ഗൈസ്, നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കമ്പന്തേനി റൂട്ടാണ്. ഞാനൊരു 10 വർഷങ്ങൾക്ക് മുന്നേ ഈ റൂട്ട് വന്നത്, പണ്ട് പളനി പോകാൻ വേണ്ടി. പിന്നാണ്ട് ഇപ്പോഴാണ് വരുന്നത്. ഹെവി കയറ്റങ്ങളുള്ള റൂട്ടാണ് കേട്ടോ. കൊള്ളാം. നമ്മളേതോ ടൗണിലെത്തി. ഇവിടെ നിന്ന് ഇനി 6 കിലോമീറ്റർ ഉണ്ടെന്നാണ് നമ്മൾ ചോദിച്ചപ്പം പറഞ്ഞത്. കുത്തനെയുള്ള ഇറക്കമാണ് കേട്ടോ. Turn left onto Dindigul, Theni, Kotrikara Highway. അങ്ങനെ 2 ദിവസം നമ്മൾ സ്പെയർ ഓടാൻ വന്നിട്ട് നമ്മളാണ്ട് വണ്ടി അവിടെ ഏൽപ്പിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് നാട്ടിലേക്ക്. ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് പിടിക്കണം. പിന്നെ ബസ് കിട്ടുമെന്നുള്ളതാണ് ഇത്ര ലേറ്റായി. ബസ് സ്റ്റാൻഡിൽ പോകണം. താങ്ക് യു. എന്താ പേര്? ദേവൻ. ഓക്കെ. എന്താ എടുക്കുവാ? അങ്ങനെ വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് നമ്മൾ നേരെ സ്റ്റാൻഡിലോട്ട് പോകാൻ വേണ്ടി നടന്നപ്പോഴാണ് ഈ കൂട്ടാനെ കിട്ടിയത്. അങ്ങനെ പുള്ളിക്കാരൻ്റെ പേര് ദേവൻ എന്നാണ്. അങ്ങനെ നമ്മൾ തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് വിടാമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ദേവനെ നമ്മളവിടെ വരെ വിടാമെന്ന് പറഞ്ഞതിൽ താങ്ക് യു. അങ്ങനെ നമ്മൾ നേരെ താണ്ട സ്റ്റാൻഡിലേക്ക്. ഓ, ഈ കുമളിയിലല്ലേ മറ്റേ മുന്തിരിക്കത്തോട്ടമൊക്കെ? അത് കമ്പം. മുന്തിരിപ്പാടം. അതെ അതെ. പക്ഷെ കാണാൻ ഏറെ ഉണ്ട് അല്ലേ? തിരിച്ച് പോകും. നൈറ്റ് നിൽക്കുന്ന അനുസരിച്ച് ബസ്സിൻ്റെ ഷോട്ടേജ് ഉണ്ട്. ആണോ? ഇതാകുമ്പോൾ എപ്പോഴും കാണും അല്ലേ? ഓക്കെ, ശരി തന്നെയാ. താങ്ക് യു. അപ്പോൾ അങ്ങനെ ദേവൻ നമ്മളെ കൊണ്ട് തന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി. അങ്ങനെ നമ്മൾ തന്നെ നേരെ ബസ് സ്റ്റോപ്പിനുള്ളിലേക്ക് വണ്ടി ഉണ്ടോ എന്ന് നോക്കാം. മിക്കവാറും വണ്ടി കിട്ടാൻ സാധ്യത വളരെ കുറവാണെന്നാണ് പറഞ്ഞത്. കാരണം നമ്മൾ ഒരുപാട് താമസിച്ചു. എന്തായാലും നമുക്കിനി വണ്ടിക്ക് വേണ്ടിയുള്ള പരാക്രമം കാട്ടാം. അപ്പം ബാ. കയറിയല്ല. അത് ഇതാ റാന്നിരുമേനകത്തേക്കത്. അയ്യോ ആണല്ലോ. ഓയ് എടാ, ഇറങ്ങണം ഇറങ്ങണം ചേട്ടാ, ചവിടണേ. ഇവിടെ എത്ര മണി വരെ ചേട്ടാ സാധാരണ ബസ്സുള്ളത്? എന്ന് വെച്ചാൽ ഈ എരുമേലി പത്തനംതിട്ട റൂട്ടൊക്കെ 8:15. ആ ചേട്ടാ, എരുമേലി ബസ്സല്ലയോ? എരുമേലി നമുക്ക് എരുമേലി വരെ പോകാനുള്ള എന്തെങ്കിലും ബസ് കിട്ടി ആദ്യം. അപ്പം നമുക്ക് നേരെ എരുമേലി പോകാം. അവിടെ ചെന്ന് വാങ്ങിക്കും മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. അപ്പോൾ പോരല്ലേ? അപ്പം ബാ. എന്നിട്ട് വേണം ഇനി എന്തെങ്കിലും കഴിക്കാൻ. കാരണം ഇതുവരെ ഒന്നും കഴിച്ചിട്ട് ഒത്തിരി ആഹാരതകളും അങ്ങനെ കഴിച്ച് നമ്മൾ നേരെ ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങി ഫുഡും കഴിച്ചിട്ട് അടുത്ത ബസ് കിട്ടും നോക്കാം. ഒരു നാളോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എരുമേലിൽ ഇനിയിപ്പം ബസ് കാണത്തില്ല, നാളത്തേക്ക് കാണുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് വാവരുപള്ളി അടുത്തെത്തി. ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് മറ്റുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഇറങ്ങി ഓട്ടോക്കാരൻ ചേട്ടന്മാർ ചോദിച്ചപ്പോൾ അവർ തന്നെയാണ് പറയുന്നത് ബസ് ഇനിയിപ്പം കാണില്ല എന്നാണ്. ഇതൊക്കെ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ഉള്ള ബസ്സാണ്. അപ്പം ഇനി വേറെ എങ്ങോട്ടാണെന്ന് വെച്ചാൽ നോക്കണം. ഇനി വല്ല ലോറിക്കെല്ലാം കൈ കാണിച്ച് കിട്ടിയാൽ ഭാഗ്യമായിരുന്നേനെ. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടമായതുകൊണ്ട് ആരും അങ്ങനെ ചവിട്ടത്തുമില്ല. കാരണം വിശ്വസിക്കാൻ പറ്റത്തില്ല എങ്ങനെ എന്തുവാന്നൊക്കെയാണ്. പഴയ കാലമല്ലല്ലോ, അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട വണ്ടിക്കാരൻ ചവിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ അയ്യപ്പൻ്റെ എരുമേലി ക്ഷേത്രത്തിന് മുന്നോട്ട് അങ്ങനെ പോയപ്പോഴാണ് ഞാൻ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടത്. അതുകൊണ്ട് ഈ നമ്മുടെ മണ്ഡലകാല സമയത്ത് ഈ ഒരു ബ്ലോക്കൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം വൃത്തിയാക്കി അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയുള്ള ഹോട്ടലുകളും പിന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെയാണ് ഇവിടെ. അങ്ങനെ താണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ താണ്ട് ലിഫ്റ്റ് ചോദിക്കാനുള്ള ഓരോ ലിഫ്റ്റ് തരാൻ വേണ്ടി വണ്ടി ചവിട്ടിയില്ലേ കൊള്ളാം. എന്നാണോ? ഓക്കെ, താങ്ക് യു. എനിക്ക് മനസ്സിലായി ചേട്ടാ.
ആ മനസ്സിലായി, അലമ്പ് ടീമുകളാണ് ഇപ്പൊ എല്ലാം. ചേട്ടാ പേടിക്കണ്ട, നമ്മൾ MDMA അല്ല അടിക്കുന്ന ആളുമല്ല. ഇത് ടാറ്റ 6 വീല്. അപ്പൊ എന്തോ അത് 12 ഞാൻ സ്പെയർ വിടാൻ വന്നാ. 12 കേട്ടാ. കായംകുളം 2-ാം കുറ്റി എന്ന് പറയും. അതെ കായംകുളം 2-ാം കുറ്റി. നമ്മുടെ കായംകുളത്തുനിന്ന് ഇങ്ങോട്ട് വരാം, അടിയിലോട്ട് വരാം. എന്ത് സംഭവം? അങ്ങനെ താണ്ട് എരുമേലിയിൽ നിന്ന് നമ്മൾ റാന്നിലോട്ട് കയറിയപ്പോഴാണ് ആ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത്. പിന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ അത് പിടിച്ചു മാറ്റുകയൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ തിരിച്ച് വണ്ടിക്കകത്ത് കയറി നേരെ പോകുന്നു. കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. വലിയ പോരാ കാണാം. അപ്പം ശരി. ടാറ്റാ. ആഹാ വിഘ്നേശ്വര. വിഘ്നേശ്വര, പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല. ശരിയാക്കി തരണേ. എൻ്റെ വിഘ്നങ്ങളെ മാറ്റി രക്ഷപ്പെടുത്തണേ ഈശ്വര. എന്നെയും പാർവതിയും. ഓക്കെ, നമുക്കിനി ഓട്ടോ പിടിക്കാം. ഓട്ടോ പിടിച്ച് നമുക്ക് പത്തനംതിട്ടയിലോട്ട് പോകാം. ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട് ഇവിടുത്തെ സ്റ്റാൻഡിലേക്ക്. അപ്പോൾ KSRTC ചെന്ന് ഇനി നമുക്ക് അവിടെ ചേട്ടാ സ്റ്റാൻഡിൽ വരെ പോകണം. എത്രയോ കേട്ടില്ല. ആ 80 രൂപ. ആ പ്രയാണം ഉണ്ടോ? എങ്ങനെയുണ്ട്? ഓട്ടോ ഉണ്ടോ? ഇല്ല. ആ വണ്ടി തിരക്കുണ്ട്. രാത്രിയിലെ തിയേറ്ററിലെ തിരക്കാണ്. അടുത്ത ഷോ കാണാൻ വേണ്ടിയുള്ളത്. അപ്പോൾ സമയം ഏകദേശം 11 മണിയായി. 11 മണിയല്ല 11:30. അപ്പോൾ നൈറ്റിലേക്കുള്ള ഷോ എക്സ്ട്രാ ആയിട്ടേക്കാണ്. കാണാനുള്ള തിരക്കാണ്. ഒരു കാഴ്ചകളാക്കേണ്ട നേരെ നമ്മൾ മുന്നോട്ട് ഏതാണ്ട് സ്റ്റാൻഡിന് അടുത്തെത്താറായി. ശരി ചേട്ടാ, താങ്ക് യു. അങ്ങനെ കാര്യം നമ്മൾ കണ്ട നേരെ ഇനിയും പത്തനംതിട്ടയ്ക്ക്. അപ്പോൾ ഇനിയും പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് ഇത് നമുക്ക് നേരം വിളിപ്പിക്കാം. ഇനിയിപ്പം ബസ്സില്ല. ഇനിയിപ്പം നാളെ രാവിലത്തേക്ക് നോക്കിയാൽ മതി. അപ്പം ഇവിടെ നമുക്ക് ചടഞ്ഞുകൂടി നാളെ രാവിലത്തേക്ക് വീട് പിടിക്കാനുള്ള സെറ്റപ്പ് എന്തെങ്കിലും ചെയ്യാം. അങ്ങനെ നേരെ നടന്ന് അകത്തേക്ക്. ഇവിടെ പിന്നെ അത്യാവശ്യം നീറ്റ്നെസ്സൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നേരെ മുന്നോട്ട് നടന്നപ്പോൾ വേണാണ്ട് അയ്യപ്പനെ കണ്ടത്. അയ്യപ്പ അങ്ങനെ പുള്ളിയുടെ നാടാണല്ലോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇപ്പുറത്ത് കഴിഞ്ഞ ദിവസം ജ്യൂസ് കുടിച്ച കഫ്തേരിയ ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തേക്ക് എന്നിരിക്കാൻ വിചാരിച്ചു. അവിടെ ആകുമ്പോൾ ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മുന്നോട്ട് പോയപ്പോഴാണ് ഈ ഒരു കാഴ്ചകളൊക്കെ ഇവിടെ കണ്ടത്. പുക വിട്ടുകൊണ്ടിരിക്കുന്ന ഡ്രാഗൺ കുഞ്ഞ് രാത്രി 12 മണി നേരെ പത്തനംതിട്ട ബസ് അടുത്ത സീറ്റിലേക്ക്. അങ്ങനെ ചെന്ന് നമ്മൾ അവിടെ നേരെ ഉറപ്പിച്ച് അവിടെ ഇരുന്നു. അപ്പോൾ നമ്മുടെ പാമ്പിയേട്ടൻ അടിച്ച് നല്ല ഫോമിലാണ്. നടന്ന് പിടച്ചുമൊക്കെ പോകുന്നുണ്ട്. മറിഞ്ഞെങ്ങാണം വീണ് കഴിഞ്ഞാൽ തലയുടെ കാര്യത്തിൽ തീരുമാനമാകും ടൈലൂടെ. അങ്ങനെ ഇനിയിപ്പം നമുക്ക് ഒന്ന് മയങ്ങിയേക്കാം. കാരണം ഉറക്കം ശരിയായില്ലെങ്കിൽ കുളമാവും. അങ്ങനെ നമ്മുടെ താഴെടുത്ത് തലാണിയാക്കി ഞാൻ അവിടെ കിടന്നു. ഇനിയിപ്പം നേരം വെളുത്ത് ബസ് പിടിച്ച് പോകാൻ അതേ നടക്കും. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ ഒന്ന് കിടന്ന് മയങ്ങാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഉറക്കം വന്നില്ല. പിന്നെ നേരെ പുറത്തേക്ക് പോയി. ഇവിടെ കുറച്ച് ഓട്ടോച്ചേട്ടന്മാരുണ്ടായിരുന്നു. പിന്നെ അവരോട് കുറച്ച് നേരം കാര്യം കഥയൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഈ ചേട്ടൻ ഓട്ടം കിട്ടി. അങ്ങനെ ആ ചേട്ടൻ ഓട്ടോ ആയിട്ട് പോയി. അങ്ങനെ പിന്നെ അടുത്ത കിടന്ന ഓട്ടോക്കാരൻ ചേട്ടനുമായിട്ട് കുറച്ച് നേരം കൊണ്ടിരുന്ന കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നാട്ടുവിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ ഇരുന്നു. എങ്ങനെയും നേരം വെളുപ്പിക്കണമല്ലോ. നേരം വെളുപ്പിച്ചാലല്ലേ ബസ് കിട്ടി പോകാൻ പറ്റും. ബോറ് പഠിക്കുന്നു. അങ്ങനെ അവിടുന്ന് നേരെ തിരിച്ച് അകത്തേക്ക് തന്നെ പണ്ട് ഈ കാണുന്ന ആൾക്കാരല്ലോ ഗവിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നതാണ്. നാളെ സൺഡേ ആണല്ലോ. അപ്പോൾ ഗവിയിലേക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാരാണ്. ഈ പുഴുവ ആൾക്കാരും ഓട്ടോക്കാരൻ ചേട്ടൻ പറഞ്ഞ. അങ്ങനെയാണ് നമ്മൾ നേരത്തെ ഇരുന്ന സ്ഥലത്ത് തന്നെ വന്ന് നിലയുറപ്പിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് സമയം 4:30. ഇവിടെ നമുക്കിനി ബസ് കയറി നേരെ അടൂര് ചെല്ലണം. അടൂരിൽ നിന്ന് കായംകുളം. അങ്ങനെ KSC കയറിയപ്പോൾ തന്നെ ഞാനങ്ങ് ചാഞ്ഞു. എൻ്റെ സുന്നോ. അങ്ങനെ അവിടുന്ന് ബസ്സും കയറി ഒന്ന് മയങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് കിടന്നു. കാരണം രാത്രിത്തെ ക്ഷീണം ഏറെക്കുറെ ഉണ്ടല്ലോ. അങ്ങനെ നല്ല ബസ് എടുത്തു. ഇനി നമുക്ക് നേരെ വിടാം അടൂരേക്ക്. അടൂര് ചെന്ന് ഒരു സ്ട്രോങ് ചായ കുടിക്കണമെന്നുണ്ട്. പക്ഷേ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഉള്ളവർക്കും കൂടെ പോകും. വീണ്ടും എനർജി ആവുമല്ലോ. അങ്ങനെ നല്ല ബസ് എടുത്തപ്പോഴത്തേക്കും ഞാനൊന്ന് മയങ്ങി. കാരണം മയങ്ങിയില്ലെങ്കിൽ ഇറങ്ങുമ്പോഴത്തേക്കും തല പിരിക്കും.
ക്ഷീണം കാരണം ഉറങ്ങിപ്പോയത് ഞാൻ അറിഞ്ഞില്ല. അടിപൊളി. അപ്പോൾ കാര്യം നമ്മൾ അടൂർ എത്തിയതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, നല്ല ക്ഷീണമുള്ളതുകൊണ്ട്. അങ്ങനെ നമ്മൾ കണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനായ കായംകുളം 2-ാം കുറ്റി എത്തിയിരിക്കുന്നു. അപ്പോൾ ഇനി ആരും വിളിക്കാനും നിൽക്കുന്നില്ല, ഇറങ്ങി നടക്കാം. കുറേ കാലമായി നാട്ടിൽ ഇവിടെ രാവിലേക്ക് നടന്നിട്ട്. അപ്പോൾ ഇനി നേരെ നടന്ന് വീട്ടിലേക്ക്. അപ്പോൾ ഗൈസ് നമ്മുടെ ഒരു യാത്ര ഇവിടെ തീരുകയാണ്. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് യാത്രയായിട്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.